കേരള സ്റ്റോറി 2മായി ബന്ധപ്പെട്ട് വരുന്നത്. കേരള സ്റ്റോറി 2വിന്റെ റിലീസ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. വലിയ തിരിച്ചടി നിർമ്മാതാക്കൾക്കുണ്ടായിരിക്കുന്നു. നാളെയായിരുന്നു റിലീസ് വെച്ചിരുന്നത്. ഹൈക്കോടതി ആ സിനിമയുടെ റിലീസ് തടഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ മലയാളികളെ കുറിച്ച് ഉത്തരേന്ത്യ സംഖ്യകൾക്ക് ഉണ്ടാകുന്ന എല്ലാ ധാരണയും അങ്ങോട്ട് മാറിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇടപെടൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു റിലീസ് തടയുന്നതിൽ നമ്മൾക്ക് സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് ഒരു മനുഷ്യനാണ്. അത് ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു മലയാളിയോടാണ്. അവനാണ് ലെവനാണ് ഈ സിനിമ തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ട്രെയിലർ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് കേസുമായി നീങ്ങിയ മനുഷ്യൻ ലെവനാണ്. ലെവൻ ചില്ലറക്കാരനല്ല കേട്ടോ. സംഘികൾക്കെതിരെ അതിശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഭീഷണി ഇവന്റെ വീട്ടിൽ കയറി അടക്കം സംഘികൾ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ കഴിഞ്ഞാലേ, എത്ര എളുപ്പമായിട്ടാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് എവിടേക്കോ നടന്നു എന്നൊക്കെ പറയപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ നാടിന്റെ പേരും വെച്ചിട്ട് കുറച്ച് നാറുകൾ ഇറക്കിയിരിക്കുകയാണ്. കൃത്യമായിട്ടും കേരളം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യമായിട്ടാണ് ഈ ഒരു സിനിമ ഇറക്കിയിരിക്കുന്നതെന്ന് തന്നെ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്ന അർത്ഥം. നമുക്ക് കേരള സ്റ്റോറി എന്നാ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന കഥ എന്നായിരിക്കും. നമുക്ക് വിദേശത്ത് മുഴുവൻ, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് മുഴുവൻ കേരളം എന്ന് പറയുന്ന നാടിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഈവൻ സംഘി പരിവാരങ്ങളൊക്കെ ജീവിക്കുന്ന UP അടക്കമുള്ള ചില ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തെ കുറിച്ച് അറിയാം. കേരളത്തിലേക്ക് ഒന്ന് വന്നിട്ട് ഒരല്പ ദിവസമെങ്കിലും താമസിച്ചിട്ടുള്ള ഒരു സംഖ്യ പോലും അല്ലെങ്കിൽ ഒരു ഉത്തരേന്ത്യൻ ആളുകൾ പോലും ഒരു കാരണവശാലും കേരളം എന്ന് പറയുന്ന നാടിനെ കുറ്റം പറയില്ല. അത്രയ്ക്ക് സമാധാനപരമായി സന്തോഷപരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. എങ്കിലും നമ്മുടെ കേരളത്തിൽ ചില പുഴുക്കുത്തുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾക്കെല്ലാം ഇപ്പോൾ ഉള്ള സിസ്റ്റം എന്തോ ഒരു വലിയ പ്രശ്നമാണെന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. മോഡിജിയുടെ ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഭരണം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിപൂർണമായിട്ട് സമ്പന്നമായിട്ടുള്ള ഒരു ഇടത്തിലേക്ക് നമ്മൾ എത്തുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ കേരളത്തിലെ പല ആളുകൾക്കും വന്നിട്ടുണ്ട്. ഇങ്ങനെ ആ തെറ്റിദ്ധാരണ വന്ന ആളുകൾക്കിടയിലേക്ക് കൃത്യമായിട്ടും ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആളുകളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ടെന്നും മനഃപൂർവ്വം മതം മാറ്റാൻ വേണ്ടി പ്രണയിക്കുന്നുണ്ടെന്നും അതിന്റെ പേരാണല്ലോ ലവ് ജിഹാദ്. മനഃപൂർവ്വം മതം മാറ്റാൻ വേണ്ടി പ്രണയിക്കുന്നുണ്ടെന്നും ബീഫ് വായിലേക്ക് തിരികെ കയറ്റി തിന്നാൻ കൊടുത്ത് അവസാനം ബീഫ് തിന്നു കഴിഞ്ഞാൽ മാപ്പിളയാവും എന്നൊക്കെ ചിന്താഗതിയൊക്കെയാണ് നമ്മുടെ ഉത്തരേന്ത്യൻ ഈ കോമരങ്ങൾക്ക് ഉള്ളത് എന്നൊന്ന് മനസ്സിലാക്കുക. ഒരു രക്ഷയില്ലോട്ടോ. എജാതി വിവരം കെട്ട പഹയന്മാരെന്നായിരിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ പഹയന്മാര് നമ്മുടെ കേരളത്തിലെ ഗ്ലോബലി ലോകം മുഴുവൻ നാറ്റിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തു കൂട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സംഗതി കൂടി നിങ്ങളൊന്ന് കാണണം. എന്തായാലും ഇത് കേൾക്കാം. തോമസിന്റെ ബെഞ്ചാണ് ഈ വിധി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് സിനിമയുടെ റിലീസ് കോടതി തടഞ്ഞത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇനി അറിയേണ്ടത്. എനിക്ക് ഷിജു ഉണ്ട്. ഷിജു, എന്താണ് സിനിമ റിലീസ് കോടതി തടയാനുള്ള കാരണം? നാളെ സിനിമ പുറത്തിറക്കാനുള്ള നിർമ്മാതാക്കളുടെ തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇത് സ്റ്റേ ചെയ്യുകയാണെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ഹർജിക്കാരുടെ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമികമായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ വിവാദ കാര്യങ്ങൾ, ഇതിന്റെ ഉള്ളടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി വിശദമായി പരിശോധിച്ചേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിധി പ്രസ്താവം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രാഥമികമായി തന്നെ കോടതി നാളത്തെ പ്രദർശനം, അതായത് നാളെയാണ് ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി നേരത്തെ നിർമ്മാതാക്കൾ പറഞ്ഞത്. ആ റിലീസ് ഒരു കാരണവശാലും മാറ്റിവെക്കില്ല എന്നൊക്കെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർമ്മാതാക്കളായ നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നത് കോടതി സിനിമ കാണണ്ടായെന്നും കോടതിയല്ല തീരുമാനിക്കേണ്ടത്, ഇത് സെൻസർ ബോർഡാണ് തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു. എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ബീഫ് എന്ന് പറയുന്ന വാക്ക് വെട്ടിമാറ്റണം എന്ന് പറഞ്ഞ ഒരു സെൻസർ ബോർഡാണ് നമുക്കുള്ളത്. പിന്നെ എന്താണ്, ദൈവവുമായി ബന്ധപ്പെട്ട പര്യായ പദങ്ങളിലുള്ള പേരുകളൊക്കെ സീത എന്നും രാമൻ അങ്ങനെ എന്തൊക്കെയോ വാക്കുകളൊക്കെ വെട്ടിമാറ്റം എന്ന് പറഞ്ഞ ആ സെൻസർ ബോർഡിന് എന്താണ് ഈ ബീഫ് വായിലേക്ക് തിരികെ കയറ്റുന്ന ദൃശ്യം കാണാൻ കഴിയാതിരുന്നത്? അപ്പൊ നമുക്ക് കൃത്യമല്ലേ ആ സെൻസർ ബോർഡിലുള്ളത് ഇതേപോലെ സംഘി പണ്ടാരങ്ങൾ തന്നെയാണ് ആ സെൻസർ ബോർഡിൽ ഉള്ളതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും പ്രാഥമികമായിട്ട് തന്നെ സിനിമ ഇറങ്ങിയ അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കോടതിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു ഇത് കേരളത്തെ അപമാനിക്കാനുള്ള, കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി നടക്കുകയും ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അതിലൊരു ഫാമിലി അടക്കമുള്ള ആളുകൾ ഇതിന് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന ചില ചിന്താഗതികളൊക്കെ നാട്ടുകാരുടെ മനസ്സിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള
ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സിനിമ ഇറക്കുന്നതെന്ന് കോടതിക്ക് മനസ്സിലായിരിക്കുന്നു എന്നർത്ഥം. അവകാശപ്പെട്ടിരുന്നു. പക്ഷേ കേരള ഹൈക്കോടതി ആ ഹർജിയിൽ വിശദമായി കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. തൽക്കാലത്തേക്ക് നാളെ റിലീസ് ചെയ്യാനാകില്ല. എന്തായാലും നാളെ റിലീസ് ചെയ്യാനുള്ള തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അതിപ്പോൾ ഓപ്പൺ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും സുഹൃത്തുക്കളെ, ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, വളരെയധികം ആഹ്ലാദമുള്ള കാര്യമാണെന്നൊക്കെ പറയേണ്ടി വരും. ഒപ്പം തന്നെ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണണം. കാരണം നമ്മുടെ കേരളത്തെ ഗ്ലോബലി എങ്ങനെ ഇവന്മാർ നാറ്റിക്കുന്നു എന്നുള്ളതാണ്. കണ്ടു. ഇതല്ല, നമ്മുടെ നാട്ടിൽ വൻ കേരള സ്റ്റോറി വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ എവിടെയാണെന്നറിയാം, ഞാൻ ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫിജിയിൽ എൻ്റെ പുറകെ കാണുന്ന ബോർഡ് കണ്ട, ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫിജി എന്ന് പറഞ്ഞ രാജ്യം ഓസ്ട്രേലിയയുടെ മേളിൽ കിടക്കുന്ന ഒരു പസഫിക് രാജ്യമാണ് ഫിജി. ആ ഫിജിയിൽ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള സുവ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ ഇവിടെ കാണുന്നത് ഒരു 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 തിയേറ്ററാണ് ഈ കാണുന്നത്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാര്. എന്നാ വേണ്ട അവന്മാർക്ക് ഈ പടം? ശരിക്കും പറഞ്ഞാല് സത്യം പറഞ്ഞ ദേശീയ ആമർഷം വരുന്നുണ്ട്. ഇവന്റെ ഈ ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും അപ്പന്റെ വകയാണോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പേര് കൊടുക്കാൻ? ഭയങ്കര മോശമാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. മനസ്സിലായില്ലേ? കൃത്യമാണ്. ഈ സംസാരിച്ചത് നമ്മുടെ ഏറ്റവും കൂടുതലൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വീഡിയോ മറ്റൊക്കെ എത്തിക്കുന്ന സുജിത് ഭക്തൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, കേരളത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവന്മാര് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കേരളത്തെ അപമാനിക്കുക, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇവർക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട വേറെ വീഡിയോ കൂടിയുണ്ട്. ഞാനതിങ്ങനെ മെല്ലെ നോക്കിയായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ എന്തൊക്കെയായാലും കാണേണ്ടത് തന്നെയെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇപ്പം എന്തായാലും നിങ്ങൾക്ക് കണ്ടു, ഗ്ലോബലി നമ്മളെ നാറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് നമ്മൾ കണ്ടു. കേരളത്തെ എല്ലായിടത്തും വിദേശ രാജ്യങ്ങൾ മുഴുവൻ, ഓസ്ട്രേലിയക്ക് അപ്പുറത്തുള്ള ഒരു രാജ്യത്താണ് ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾക്ക് നമ്മുടെ കേരളത്തെ കുറിച്ച് അറിയില്ല. കേരളത്തിലേക്ക് വരാത്ത ആളുകളുണ്ട്, ഇന്ത്യയെ പറ്റി അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന നാട്ടിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്ത നാടാണെന്നും എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുകയാണ്. സ്വാഭാവികമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് കേരളം വളരെ മോശപ്പെട്ട നാട് എന്നൊക്കെ രീതിയിലൊക്കെ വിദേശ രാജ്യങ്ങൾ ഇറങ്ങിയാൽ നമ്മുടെ നാട്ടിലേക്കുള്ള വരവ് കുറയും, നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റുകളുടെ വരവുകളൊക്കെ കുറയും. ഇങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ നാടിനെ എന്താ പറയാ പരമാവധി കണ്ട് നാറ്റിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതിനൊക്കെ ഭാഗമായിട്ട് കേസ് കൊടുത്ത ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന പഹയൻ ഇത് ആഘോഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഭയങ്കര രസകരമായൊരു വീഡിയോ ആണ്. അതിങ്ങനെയാണ്, ഇതാ ഞാനത് കാണിച്ചു തരാം. 4 മണി ഇവര് ബീഫ് തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ് ഈ ഒരു വിജയം. കോടതിയുടെ ഒരു വിജയം ഈ ഫ്രെഡി ഫ്രാൻസിസ് അടക്കമുള്ള ആളുകൾ ബീഫ് തിന്നിട്ടാണ് ആഘോഷിക്കുന്നത്. ബീഫ് മാത്രമല്ല കേട്ടോ, ഒപ്പം പോർക്ക് കൂടി ഇവര് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. പോർക്ക് കൂടി കഴിക്കുന്നുണ്ട്. ഇനി ബീഫ് മാത്രം കഴിച്ചു എന്ന ഒരു വർത്തമാനം ആരും പറയണ്ട. ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ബീഫ് കൂടി കഴിക്കുന്നുണ്ട് പോർക്ക് കൂടി കഴിക്കുന്നുണ്ട്. കാരണം പോർക്ക് കേരളത്തിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, ഇവിടുത്തെ മുസ്ലിങ്ങൾ പോർക്ക് കഴിക്കില്ലല്ലോ എന്നുള്ള വർത്തമാനം കൂടി നടക്കുന്നുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ശരിയാണ്, മുസ്ലിങ്ങൾ പോർക്ക് കഴിക്കില്ല എന്ന് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ആയിക്കോട്ടെ, മുസ്ലിങ്ങൾ പോർക്ക് കഴിക്കണ്ട, പക്ഷേ അവരൊരിക്കലും പോർക്ക് വിൽപ്പന നടത്തണ്ടെന്നോ, പോർക്ക് ഞങ്ങളെ തൊട്ടടുത്ത കടയിൽ വിൽപ്പന നടത്താൻ പാടില്ല എന്നോ എന്ന വർത്തമാനങ്ങളുമായിട്ട് ഇവരിറങ്ങാറില്ല എന്നുകൂടി മനസ്സിലാക്കണം. സംഘികൾ ചെയ്യുന്നത് അവർ കഴിക്കില്ലെങ്കിൽ കഴിക്കണ്ട. ഈ പറയുന്ന സംഘികൾ ഇതൊന്നും കഴിക്കില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇവന്മാര് കഴിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷെ കഴിക്കുന്ന ആളുകളെ വിലക്കരുത് എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം, കഴിക്കുന്ന ആളുകളെ വിലക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഫ്രെഡി ഫ്രാൻസിസ് അടക്കമുള്ള ആളുകൾ അവിടെ കൃത്യമായിട്ട് കഴിക്കുന്നു എന്നുള്ളതാണ്. കഴിയിട്ടില്ല. ഇനി ഫ്രെഡി ഫ്രാൻസിസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കൂടി എങ്ങാണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഇതിൽ തന്നെ ഫ്രെഡി എന്തെല്ലാം വാദമാണ് മുന്നോട്ട് വെച്ചത്? ഇപ്പൊ എന്തൊക്കെയാണ് കോടതി ഫ്രെഡി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്? അതായത് ഇപ്പൊ കേരള സ്റ്റോറി കേരള എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. കാരണം കേരളം അല്ല, മലയാളികൾ, ലോകത്തെല്ലായിടത്തുള്ള മലയാളികൾക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ചീത്തപ്പേരാണ് വിഷയം. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ വാദം. അതുകൂടാണ്ട് മൂവി ബാൻ ചെയ്യണം എന്നുള്ള കൂടി ഉണ്ടായിരുന്നു. അപ്പോ കോടതി നല്ലൊരു വിധിയാ തന്നത്. നോക്കാം. 15 ദിവസത്തേക്കാണ് സ്റ്റേ. നോക്കാം.
ഈ വക്കീലിനെ വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വക്കീൽ പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിലനിൽക്കുന്ന വാദങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്? വക്കീൽ പറഞ്ഞത് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് പറയണ്ട എന്നുള്ളതാണ്. എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പറയാം. അത്യാവശ്യം തന്നെ കേരള എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അത് ഞാൻ അനുഭവിച്ച കുറെ പ്രശ്നങ്ങളുണ്ട് കേരള സ്റ്റോറി 1 വന്നതിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് വരുമ്പോഴും ഞാനും മറ്റു പലരും അനുഭവിക്കും ഈ കേരളത്തിനോടുള്ള ചീത്തപ്പേര്, തെറ്റിദ്ധാരണ കാര്യങ്ങളെല്ലാം. അപ്പൊ അത് മാറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്. ഇതാണ് സുഹൃത്തെ ആ മലയാളി ഈ ഒരു സിനിമ എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടിയിട്ടുള്ള ടീച്ചറും മറ്റും ട്രെയിലറൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്, ഈ സിനിമ പരിപൂർണ്ണം നിർത്താൻ വേണ്ടിയിട്ട്, ഒപ്പം തന്നെ കേരള എന്ന പേര് വെച്ചുകൊണ്ട് നാറിയ പരിപാടി നടത്തണ്ട. കാരണം ഇമാതിരി നാറിയ പരിപാടികൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഉത്തരേന്ത്യ സംഖ്യകൾ ഉത്തരേന്ത്യ ഭാഗത്തൊക്കെ ഇമാതിരി വൃത്തിയടക്കം നടക്കുന്നുണ്ടായിരിക്കും, കേരളത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് കേരള എന്ന് പറഞ്ഞ പേര് വെച്ചിട്ട് ഇമാതിരി തെണ്ടിത്തരങ്ങൾ നടത്തണ്ട എന്ന് കേസ് കൊടുത്ത ഫ്രെഡി ഫ്രാൻസിസ് ആണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ സന്തോഷമുള്ള വാർത്തയാണ്. നിങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കും വിചാരിക്കും. ഇവരെ പോലെ തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകളൊക്കെ ഇൻസ്റ്റഗ്രാം മറ്റൊക്കെ വന്നിട്ട് നല്ല തെറികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ തെറികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൂടി വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ബബായ്. സുഹൃത്തുക്കൾക്ക് മാത്രം, സംഖ്യകൾക്കല്ല. ബബായ്.